ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഷവായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിക്കന് വലിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ. പിന്നെ അതിലേക്കൊരു മസാല വേണം. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് ചപ്പാണ് കേട്ടോ. സോറി, പുതിനേൻ്റെ ഇല വേണ്ട, മല്ലിച്ചപ്പ് അത് ഒരു കൈപ്പിടി ഉണ്ടായിക്കോട്ടെ. അത് മിക്സിയിലേക്ക് അരിഞ്ഞിടുക. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളി വേണം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എടുത്തോ, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ, കാരണം അത് മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളിയുടെ ഹാഫും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളിയും പിന്നെ ഒരു വലിയ ഉള്ളിയുടെ പകുതി ഭാഗം ഫുള്ളായിട്ട് ഇടണ്ട, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചിക്കൻ എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് വേണ്ടത്. മസാലപ്പൊടികൾ സാധാരണ നമ്മളിതിലേക്ക് ഉണക്കമുളക് ഉണ്ടല്ലോ, അതാണ് ഇടാറുള്ളത്. പക്ഷേ അത് ഭയങ്കര എരിവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ. പിന്നെ കുറച്ച് വലിയ ജീരകം, അതുപോലെ കുറച്ച് ചെറിയ ജീരകം വേണം കേട്ടോ. കാരണം നമ്മൾ ഈ സാധാരണ ചിക്കനിലൊന്നും നമ്മൾ ചെറിയ ജീരകം ഉപയോഗിക്കാറില്ല, പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ ജീരകം വേണം കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഓൾറെഡി അത് പേസ്റ്റ് ആക്കിയത് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളിത് മസാല കുഴയ്ക്കുമ്പോൾ അതിലേക്ക് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും. പിന്നെ ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സുർക്ക ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ തൈരായാലും മതി, നമ്മളെ കയ്യിലുള്ളത് ഏതാണോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം കേട്ടോ. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് ഓൾറെഡി അരച്ചിട്ടോ. ഇനി ഈ ഒരു മസാല നമ്മളിതിൽ ഒരു 4-5 മണിക്കൂർ മസാല തേച്ച് വെക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. നന്നായിട്ട് നമ്മൾ മസാല തേച്ച് വെച്ച് കൊടുക്കണം. കാരണം ഇത് ചിക്കന് വലിയ പീസായതുകൊണ്ട് മസാല പിടിക്കുമോ എന്നൊക്കെ ഒരു സംശയമാണ്. പക്ഷേ നമ്മളതിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കുക. നോമ്പായതുകൊണ്ട് ഉപ്പ് നോക്കാൻ പറ്റില്ല, പക്ഷേ നോമ്പില്ലാത്ത ആരോടെങ്കിലും ഉപ്പ് നോക്കാൻ പറയും. എന്നിട്ടത് നന്നായിട്ട് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. ഇവിടെ ഏകദേശം 2 കിലോ ചിക്കൻ ഉണ്ടാവും. അത് നമ്മളെ കയ്യിൽ എത്രയാണോ ചിക്കൻ ഉള്ളതനുസരിച്ച് മസാല നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് ഈ മസാല തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കണം. മസാല തേച്ച് ഒരു 4 മണിക്കൂർ എബോ വെക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കാരണം മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് നമ്മളിപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് മസാല തേച്ചിട്ട് പിന്നെ ഒരു 5 മണിക്കല്ലേ നമ്മൾ നോമ്പ് തുറക്കണ സമയത്തല്ലേ നമ്മളിത് ഉണ്ടാക്കി വെക്കുകയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മളത് മസാല തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ വലിയ കുക്കർ എടുത്തിട്ട് അതിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തു. അതൊന്ന് ഓയിലൊന്ന് ചൂടായി വരുമ്പം നമ്മൾ ആ കായം തേച്ച് വെച്ച മസാല അടക്കം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരു 2 വിസിൽ അടുപ്പിച്ചിട്ട് അതിലുള്ള ചിക്കൻ നമ്മൾ കോരിയിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് തിരിച്ചും മറിച്ചും വേവിക്കുക. എന്നിട്ട് ഈ മസാല നമ്മൾ അതിലേക്ക്, ഇപ്പോൾ ഏകദേശം മസാല നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമായി, ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് കട്ട്ലേറ്റാണ് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ട്, പിന്നെ കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് ഉണ്ട്, പിന്നെ ദോശയായിരുന്നു കേട്ടോ. ദോശയും നമ്മുടെ ഷവായ നല്ല അടിപൊളി ടേസ്റ്റ്. ഇതിലേക്ക് പൊറോട്ട